ഇത് 12-ാം ദിനം യുദ്ധം കനക്കുകയാണ്. യാതൊരുവിധ അയവും ഈ യുദ്ധത്തിനുണ്ടാകുന്നില്ല. പശ്ചിമേഷ്യ വലിയ ഭീതിയിൽ തന്നെയാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ദിവസങ്ങൾ കഴിയുന്തോറും ആ ആക്രമണത്തിൻ്റെ വീര്യം കൂടുന്തോറും വലിയ ഭീതിയിലാണ് നമ്മളുടെ മലയാളികളടക്കം ഒരുപറ്റം പ്രവാസികളും ഈ ഒരു യുദ്ധത്തെ കാണുന്നത്. ഇതിനിടയിൽ അമേരിക്ക തോറ്റു അല്ലെങ്കിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. കാരണം അമേരിക്ക എടുക്കുന്ന നിലപാടാണ് അവരെ ഈ പരാജയത്തിലേക്ക് എത്തിക്കുന്നത്. ഞാൻ തന്നെ ഇന്ന് കൊടുത്തൊരു വാർത്തയിലുണ്ടായിരുന്നത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ മാറ്റുന്നു, കൂട്ടത്തോടെ ഇസ്രയേലിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ്. അപ്പോൾ ഇത്തരം വാർത്തകൾ റോയിട്ടേഴ്സും അതുപോലെ തന്നെ CNN-ഉം അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വാർത്തകൾ വരുമ്പോൾ യുദ്ധം മറുവശത്ത് കടുക്കുമ്പോഴും അമേരിക്ക പിന്മാറുന്ന അല്ലെങ്കിൽ ഒരു പരാജയത്തിലേക്ക് നീങ്ങുന്ന കാര്യം കൂടിയാണ് കാണിക്കുന്നത്. സത്യത്തിൽ അമേരിക്ക ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അമേരിക്ക ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. അതിൽ ആദ്യത്തെ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ പരാജയം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് അമേരിക്ക ഈ യുദ്ധത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് മുന്നോട്ട് വെച്ചതെന്ന് ആദ്യം നോക്കുക. അത് നമുക്കറിയാവുന്നതുപോലെ ഇറാനിലെ ഭരണമാറ്റവും ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കുക എന്നതും ഇറാൻ്റെ മിസൈലുകൾ അവർ പ്രൊഡക്ഷൻ നിർത്തുക, അതിൻ്റെ നിരായുധീകരണം, ആണവ പദ്ധതികളുടെ പിന്നോട്ട് പോക്ക് പോലെ തന്നെ ഈ മിസൈലുകളും പുതിയ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാകുന്നതൊക്കെ തിരിച്ചു പോവുക. അതിനുശേഷം വന്നിട്ടുള്ള അമേരിക്കയുടെ യുദ്ധ ലക്ഷ്യം എന്ന് പറയുന്നത് ഹോർമൂസ് പൂർണ്ണമായി തുറന്നു കൊടുക്കുക, ഇറാൻ അതിൽ നിന്ന് വിടുക എന്നുള്ളതാണ്. പക്ഷേ എന്താണ് ശരിക്കും സംഭവിച്ചത്? ഈ യുദ്ധലക്ഷ്യങ്ങൾ ഒന്നും നേടാനായിട്ട് അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ മണിക്കൂറുകളിൽ സൗദി അറേബ്യയുടെ ഒരു കപ്പൽ അത് ഹോർമൂസിൽ ഇറാൻ അഗ്നിക്കിരയാക്കി. അത് അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചു. അതായത് ഹോർമൂസിലൂടെ പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷ നൽകുമെന്ന് പറഞ്ഞു വന്ന അമേരിക്ക ഇപ്പോൾ അവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന കപ്പലുകളുടെ എണ്ണം എടുക്കേണ്ട ഗതികേടിലായി. അപ്പം അത് തന്നെ തെളിയിക്കുന്നത് അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ ഒരു മേൽക്കൈ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഹോർമൂസ് ഞങ്ങൾ പിടിച്ചെടുക്കും, ഹോർമൂസ് സ്വതന്ത്രമായി കിടക്കുകയാണ്, തുറന്നു കിടക്കുകയാണ്, നിങ്ങൾ കപ്പലുകൾ അങ്ങോട്ട് വിട്ടോളൂ, ഞങ്ങൾ സുരക്ഷ ഒരുക്കുമെന്ന് US സെൻട്രൽ കമാൻഡ് പറഞ്ഞതാണ്. അതിനുശേഷം ഏതാണ്ട് 6 കപ്പലുകൾ അതിലേ പോയി, അതെല്ലാം ഇറാൻ തകർത്തു. അതിൽ 2 കപ്പലുകൾ പിന്തുടർന്ന് തകർത്തതാണ്. അതായത് ഹോർമൂസ് കഴിഞ്ഞ് മുന്നോട്ട് പോയ കപ്പലുകളെ പിന്തുടർന്ന് തകർത്തതാണ്. അപ്പോൾ ഒരു വശത്ത് അമേരിക്ക പറയുന്നു ഇറാൻ്റെ കരുത്ത് ചോരുന്നുണ്ട്, ഇറാൻ്റെ ആയുധങ്ങൾ ഞങ്ങൾ തകർക്കുന്നുണ്ട്, ഇറാൻ്റെ ശേഷി, മിസൈൽ ശേഷി അടക്കമുള്ളവ ഞങ്ങൾ ഇല്ലാതാക്കുന്നുണ്ട് എന്ന് അമേരിക്ക പറയുകയും ഹോർമൂസ് ഞങ്ങളുടെ പക്കലാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് ഇറാൻ ഇതുപോലുള്ള തിരിച്ചടികൾ നൽകുന്നത്. അപ്പോൾ അമേരിക്ക പറയുന്നത് മുഴുവൻ കള്ളമാണ്, അല്ലെങ്കിൽ അമേരിക്ക പറയുന്നതിൽ യാഥാർത്ഥ്യവുമായിട്ട് ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് എന്ന് ചിന്തിക്കേണ്ടി വരും. അത് തന്നെയാണ് അമേരിക്കയുടെ പരാജയം. അവർ പറയുന്ന രീതിക്കല്ല കാര്യങ്ങൾ പോകുന്നത്, അവർ ചിന്തിക്കുന്നിടത്തല്ല കാര്യങ്ങൾ നിൽക്കുന്നത്, അവർ പ്രവചിക്കുന്നത് പോലെയല്ല യുദ്ധം നീങ്ങുന്നത്. അത് ഇറാൻ വിചാരിക്കുന്നത് പോലെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വാൾ സ്ട്രീറ്റ് ജേണൽ എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു മാധ്യമം, ആ മാധ്യമത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് കോട്ട് ചെയ്തുകൊണ്ട് ഒരു വാർത്ത വന്നു. ആ വാർത്തയിൽ പറയുന്നത് ഇറാൻ്റെ ആക്രമണങ്ങൾക്ക് മൂർച്ചയും തീവ്രതയും വർദ്ധിക്കുകയാണ് എന്നാണ്. അതായത് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ കൂടുതൽ കൃത്യതയോടുകൂടിയുള്ളതാകുന്നു, വളരെയധികം വേഗത ആക്രമണങ്ങൾക്ക് വരുന്നു. മുമ്പ് ഒരു മിസൈൽ എത്താൻ ഇത്രയായിരുന്നു സമയം വേണ്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ അതിവേഗത്തിൽ ലക്ഷ്യം തകർക്കുന്ന, ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന മിസൈലുകൾ ഇറാൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ മിസൈലുകളെ അമേരിക്കൻ ഇൻ്റർസെപ്റ്ററുകൾക്ക് തടയാൻ കഴിയുന്നില്ല. അതായത് ഈ മിസൈലുകൾ കണ്ണുവെട്ടിച്ച് അല്ലെങ്കിൽ വളരെ ഫലപ്രദമായി ഈ ഇൻ്റർസെപ്റ്ററുകളെ അതിജീവിച്ച് അതിനേക്കാൾ വേഗത്തിൽ പല ദിശയിൽ ഒരേ സമയം സഞ്ചരിച്ച് ലക്ഷ്യം തകർക്കുന്നവയാണ്. ആ ലക്ഷ്യസ്ഥാനത്തെത്തി എവിടെയാണോ ഡാമേജ് ഉണ്ടാക്കേണ്ടത് അത് ഡാമേജ് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ജോർദാനിലടക്കം അമേരിക്കയുടെ വിമാനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വിമാനത്താവളങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലെ യാർഡുകളിൽ നിന്ന് ഈ വിമാനങ്ങൾ അമേരിക്ക എടുത്തുകൊണ്ട് പോവുകയാണ് എന്നുള്ള ഒരു വിവരം വന്നത്. ഇപ്പോൾ ഒരു വശത്ത് ഇസ്രായേലിലേക്ക് കൊണ്ടുപോവുകയാണ്, ഇതെല്ലാം ഇസ്രായേലിൽ നിന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കാനാണ് എളുപ്പം. അതുകൊണ്ട് ഇസ്രായേലിലേക്ക് ഗൾഫിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇസ്രായേലിൻ്റെ കൂടി സഹായത്തോടെ യുദ്ധം നടത്താനാണ് തീരുമാനം എന്നൊക്കെ ചില വാദങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല കുറേ നാളായിട്ട് ഇസ്രായേൽ യുദ്ധത്തിലില്ല. ഈ ഖത്തറിലെ ആക്രമണം നടക്കുമ്പോൾ സമയത്ത് തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾക്കൊക്കെ നേരെ ഇറാന്റെ വലിയ ആ ഒരു ആക്രമണം നടന്നു. അതുകൊണ്ട് ഭയന്നിട്ടാണ് ഈ ദോഹയിൽ നിന്ന് ഈ യുദ്ധവിമാനങ്ങൾ ഈ പറയുന്ന ഇസ്രായേലിലെ ബെൻഗുരിയനിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് കൊണ്ടുപോകുമ്പോൾ തന്നെ അമേരിക്കയ്ക്ക് കൃത്യമായിട്ടുള്ളൊരു കാര്യമുണ്ട്. കാരണം അവിടെ
അവിടെ കഴിഞ്ഞ ദിവസം ഈ പീറ്റ് ഹെഡ്സത്ത് പുറത്തുവിട്ട ഒരു കണക്കുണ്ടായിരുന്നു. അവിടുത്തെ ആ ഒരു സാമ്പത്തിക നഷ്ടം ഏകദേശം 3.60 ലക്ഷം കോടിയാണ്. അപ്പോൾ അത്രയും നഷ്ടം ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ അമേരിക്ക കടം ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനിടയിൽ ഈ യുദ്ധവിമാനങ്ങൾ ഇവിടെ ഇട്ടിരുന്നാൽ വലിയ പ്രശ്നമാകും, അടുത്ത സാമ്പത്തിക നഷ്ടമുണ്ടാകും, ഇനി അതിനെ ഒന്ന് പണിതെടുക്കണമെങ്കിൽ വർഷങ്ങൾ വേണ്ടി വരും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഇസ്രായേലിലേക്ക് ഈ യുദ്ധവിമാനങ്ങൾ മാറ്റുന്നത്. പക്ഷെ ഇത്തരം വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടാകുമ്പോഴും ട്രംപിന്റെ ഭാഗത്തു നിന്ന് വലിയ വെല്ലുവിളി തന്നെയാണ് ഉണ്ടാകുന്നത്. അതായത് സാമ്പത്തികപരമായിട്ട് അവർ നഷ്ടത്തിലേക്ക് പോകുന്നു, അല്ലാതെ ഈ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് ഉള്ള ആക്രമണം ഈ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ പ്രതിസന്ധി മാത്രമാണ്. പെന്റഗൺ ആകെ ഞെട്ടിയിരിക്കുകയാണ് ഇറാന്റെ മാരക നീക്കത്തിൽ. ഈ നീക്കത്തിനിടയിലും അമേരിക്കയുടെ വെല്ലുവിളികൾക്ക് ഒരു കുറവുമില്ല. ആ മണ്ടം പിച്ചും പെയ്യും പറയുന്നതിന് ലോകം താളം തുള്ളേണ്ടതില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം. കാരണം ഇയാളെ കൊണ്ടാണ് ഈ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇയാൾ മര്യാദയ്ക്കായിരുന്നുവെങ്കിൽ, അതായത് ഈ യുദ്ധത്തിൽ കൃത്യമായി ആ വെടിനിർത്തൽ കരാർ പാലിച്ച് വലിയ സാഹസത്തിനൊന്നും പോവാതെ ആ ഹോർമോസ് തുറന്ന് കിടക്കട്ടെ, ഇറാൻ എന്തെങ്കിലും ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇറാൻ ആ ഹോർമോസ് തുറന്നിട്ടതിന് ശേഷം ഇറാൻ ഹോർമോസിൽ പിടിമുറുക്കാനൊന്നും പോയിട്ടില്ല, അതുവഴി കപ്പലുകൾ പോകട്ടെ, പക്ഷേ ആ കരാറിൽ പറഞ്ഞ വഴിക്ക് പോകണം എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ അത് ലംഘിച്ച് വേറെ വഴിക്ക് കപ്പലുകൾ കൊണ്ടുപോയിട്ട് ഒമാൻ തീരം, ഒമാൻ്റെ ഹോർമൂസ് ഭാഗം ഞങ്ങൾ എടുക്കുമെന്ന മട്ടിൽ ഒരു അധികമായിട്ടൊരു കളി കളിച്ചതാണ് ട്രംപിന് പാളിപ്പോയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ട്രംപിൻ്റെ ഇത്തരം വെല്ലുവിളികളെ ഞാൻ നേരത്തെ പറഞ്ഞ ഭാഷയിൽ പ്രതികരിക്കാവുന്നതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ അത്. പക്ഷേ ആത്യന്തികമായിട്ട് ഈ യുദ്ധം നടക്കുമ്പോൾ അമേരിക്കൻ എണ്ണ കമ്പനികൾക്ക് വലിയ ലാഭമുണ്ടാകുന്നുണ്ട്. അതാണ് എനിക്ക് ട്രംപിൽ ഞാൻ കാണുന്ന ഒരു ബിസിനസ് മൈൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു തന്ത്രം, ഒരു വ്യവസായിയുടെ തന്ത്രം, അല്ലെങ്കിൽ ഒരു ഉൽപാദകൻ്റെ തന്ത്രം എന്ന രീതിയിൽ ഈ യുദ്ധം നടക്കുമ്പോൾ ഗൾഫിൽ നിന്നുള്ള എണ്ണ വിദേശത്തേക്ക് പോവാതിരിക്കുകയും, അല്ലെങ്കിൽ എണ്ണ ദൗർലഭ്യം ലോകത്തുണ്ടാവുകയും അതുവഴി അമേരിക്കയുടെ എണ്ണ, അമേരിക്കയുടെ കീഴിലുള്ള വെനസ്വേല അടക്കമുള്ള പ്രദേശങ്ങളിലെ എണ്ണ കൂടിയ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളത് ട്രംപിന് വലിയ ലാഭമുണ്ടാക്കുന്നുണ്ട്. അമേരിക്കൻ കമ്പനികൾക്ക് ഇത് ഇപ്പോൾ കുശാലാണ്. വലിയ തോതിൽ അവരവിടെ എണ്ണ കച്ചവടം പൊടിപൊടിക്കുക. ജനങ്ങൾക്ക് തിരിച്ചടിയല്ലേ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ ആഭ്യന്തര വിപണിയിലേക്കുള്ള എണ്ണ അവർക്ക് കൃത്യമായി എത്തിക്കാൻ കഴിയുന്നുണ്ട്. അവിടെ ഒരു ക്ഷാമം ഇപ്പം നിലവിലില്ല. ഇപ്പം കാരണം ഹോർമുസിൽ നിന്ന് കുറേ അധികം എണ്ണ ടാങ്കറുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു പോയിരുന്നു. ഒരു പകുതിക്ക് മേലെ എണ്ണ ടാങ്കറുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ പല രാജ്യങ്ങൾക്കും റിസർവ് ഉണ്ട്, അതുപോലെയുള്ള ഒരുപാട് സ്റ്റോക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ കഴിയുന്നൊരു ഘട്ടമെന്ന് പറയാൻ കുറേ കൂടെ കഴിയണം. പക്ഷേ ഇപ്പം നിലവിൽ ഇത് വെച്ചിട്ട് വലിയ ലാഭം അമേരിക്ക ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ്. അതായത് ഉൽപ്പാദന ചെലവ് വളരെ കുറവാണ് അമേരിക്കയിൽ ഈ ക്രൂഡ് ഓയിൽ ഉണ്ടാക്കാൻ. അപ്പോൾ ഇപ്പോൾ കൂടുതൽ വില കൂടി കിട്ടുന്ന സാഹചര്യത്തിൽ അമേരിക്ക ഈ ഗൾഫ് രാജ്യങ്ങളുടെ അഭാവത്തിൽ നന്നായിട്ട് വിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അല്ലെങ്കിൽ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ വിശകലനം ചെയ്യുമ്പോൾ അത്തരത്തിലൊരു ഗുണം ട്രംപിനുണ്ട്. പക്ഷേ ഒരു ലോകശക്തി എന്ന നിലയിൽ, ഒരു ലോക നേതാവ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപിന് ഉണ്ടാകുന്ന പ്രഹരം അത് ചെറുതല്ല. ചരിത്രത്തിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റും മറ്റൊരു രാജ്യത്തോട് യുദ്ധം ചെയ്ത് ഇതുപോലെ അപഹാസ്യനായിട്ടില്ല. ഇപ്പോൾ നമ്മൾ തന്നെ പറയുമ്പോൾ ട്രംപ് എന്ന് പറയുമ്പോൾ ചിരി വരിക. ശരിക്കും ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആ അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവരെ സംബന്ധിച്ച്. ഇനി ഇത് മാത്രമല്ല, നവംബറിൽ തെരഞ്ഞെടുപ്പും കൂടി വരികയാണ്. അതെ, നവംബറിൽ അവിടെ ഇടക്കാല തെരഞ്ഞെടുപ്പ് വരികയാണ്, ഹിതപരിശോധന. അതിൻ്റെ അകത്ത് ട്രംപിന് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ ഒരു യുദ്ധത്തിനെതിരായ ഒരു ട്രെൻഡ് ഉണ്ട്. അതിൻ്റെ കാരണം ഈ യുദ്ധം ചെയ്തിട്ട് കുറേ ആളുകളെ കൊല്ലുന്നു, അല്ലെങ്കിൽ കുറേ സ്ഥലങ്ങൾ തകരുന്നു, അതല്ല അതിൻ്റെ പ്രശ്നം. കാരണം യുദ്ധത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വശത്ത് ബിസിനസ്സിലൂടെ ഒരുപാട് ലാഭം കിട്ടുന്നുണ്ടെങ്കിലും അതിനേക്കാൾ വലിയ ചെലവ് അമേരിക്കയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ഹോർമൂസിൽ ടോള് പിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, ഗൾഫ് രാജ്യങ്ങളോട് സഹായം ചോദിക്കുന്നു, നാറ്റോ രാജ്യങ്ങളോട് ഞങ്ങൾ ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല, നിങ്ങളും വരുമെന്ന് പറയുന്നു. അതൊക്കെ ഇതിൻ്റെ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഭയത്തിൽ നിന്ന് ട്രംപ് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വശത്ത് സാമ്പത്തികമായിട്ട് ഈ എണ്ണ വിൽപ്പനയിലൂടെ നേട്ടം ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുമ്പോഴും
മറുവശത്ത് ഇത്തരത്തിൽ വലിയൊരു നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ യുദ്ധത്തിന് വേണ്ടി വെറുതെ ഇങ്ങനെ ചെലവഴിക്കുക, ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയുന്നില്ല രാജ്യത്തിന്. ഇറാനെ തകർക്കും, ഇറാനെ ഇല്ലാതാക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. ആ രാജ്യത്തിനാണെങ്കിൽ ആ രാജ്യത്ത് നിന്ന് ഇറാനിൽ നിന്നാണെങ്കിൽ വലിയ തിരിച്ചടികൾ തിരിച്ചും ഉണ്ടാവുന്നുണ്ട്. അപ്പം റഷ്യയും ചൈനയും ഇറാനെ ബാക്കപ്പ് ചെയ്യുന്നു എന്നാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ ഏറ്റവും ഒടുവിൽ പറയുന്നത്. അതായത് അവർക്ക് അത്യാധുനികമായ ആയുധങ്ങൾ, അത്യാധുനികമായ സംവിധാനങ്ങൾ കിട്ടുന്നു, അതൊക്കെ റഷ്യയും ചൈനയും ബാക്ക് ചെയ്തിട്ട് കിട്ടുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇറാന് പിന്നിൽ റഷ്യയും ചൈനയും അടക്കം ഒരു വലിയ ശക്തിയുണ്ട്. അവരുടെ സബ്സിഡിയറി ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രോക്സി ഗ്രൂപ്പായിട്ടുള്ള ഹൂത്തികൾ അവർ ചെങ്കടൽ ഉപരോധിക്കാൻ പോവാണ്. അപ്പം അതൊക്കെ നൽകുന്ന ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ അത് നൽകുന്ന ഒരു ഇമ്പാക്റ്റ് ട്രംപിന് ചെറുതല്ല. അപ്പം അതുകൊണ്ട് തന്നെ ട്രംപിനെ സംബന്ധിച്ച് ദേ വന്നു ദാ പോയി എന്ന് പറയുന്നത് പോലെ യുദ്ധം വരുന്നു, അടിക്കുന്നു, ജയിക്കുന്നു, പോകുന്നു എന്നുള്ള പരിപാടി നടക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ട്രംപ് വലിയ തോതിൽ വിഷണ്ണനാണ്, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലാണ്, മാനസികമായിട്ടായാലും അല്ലാതെ. ഒന്ന്, ട്രംപിന്റെ ധാർഷ്ട്യത്തിന്, അഹങ്കാരത്തിന് ഏൽക്കുന്ന ഒരു വലിയ തിരിച്ചടി. രണ്ട്, മറ്റു രാജ്യങ്ങളും സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരും ട്രംപിനെ നോക്കി അപഹസിക്കുകയാണ്, ട്രംപിന് കൊടുക്കുന്ന പിന്തുണ ഇല്ലാതാവുകയാണ്. അതുകൊണ്ടാണ് US സെനറ്റിൽ പോലും ട്രംപിന് തിരിച്ചടി വരുന്നത്. അതെങ്ങനെയാണ് വരുന്നത്? ഇമാതിരി കയ്യിലിരിപ്പ് കൊണ്ടാണ്. ട്രംപ് ഇപ്പൊ നടക്കും, ഇപ്പൊ അത് നടക്കും, ഇത് നടക്കുമെന്ന് വിചാരിച്ച് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അപ്പൊ അപ്പുറത്ത് നിന്ന് അതിലും വലിയ തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയ്ക്ക് കൊടുക്കുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 12 ദിവസമായി 13ാം ദിവസത്തിലേക്ക് യുദ്ധം കിടക്കുമ്പോൾ അമേരിക്ക എങ്ങനെയൊക്കെ ഇറാനെ ആക്രമിക്കാമോ അങ്ങനെയൊക്കെ ആക്രമിച്ചു കഴിഞ്ഞു. അതായത് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ കേന്ദ്രങ്ങൾ, അവരുടെ കുടിവെള്ളം മുട്ടിക്കുന്ന വിധത്തിൽ ശുദ്ധജല പ്ലാന്റുകൾ, രാത്രി മുഴുവൻ ഇരുട്ടാണ്, കുടിവെള്ളം ഉൾപ്പെടെ കിട്ടാനില്ല, വൈദ്യുതി കിട്ടാനില്ല. അതുപോലെ തന്നെ അവിടുത്തെ തന്ത്രപ്രധാനമായ മറ്റു പല മേഖലകളും തകർക്കുകയാണ്. അവരുടെ റോഡുകൾ, പാലങ്ങൾ ഒന്നൊന്നായി പൊട്ടിക്കുകയാണ്. തീരദേശ മേഖലയിലാണെങ്കിൽ അവിടെ വലിയ ആക്രമണം നടക്കുന്നു, പാറക്കെട്ടുകൾ തകർക്കുന്നു, അവരുടെ ഈ പറയുന്ന കടലുമായി ചേർന്നിട്ടുള്ള കെട്ടിടങ്ങൾ തകർക്കുന്നു, ജനങ്ങൾക്ക് വാസയോഗ്യമായ സ്ഥലമില്ലാത്ത സാഹചര്യം പലയിടത്തും ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു രാജ്യത്തോട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധിയിലേക്ക് ഇറാനെ ഇവർ ആക്രമിക്കുന്നുണ്ട് അമേരിക്ക. പക്ഷെ അത്രയും വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും ഒന്നും ഇറാനിൽ ഒരു ഭിന്നിപ്പുണ്ടാകുന്നില്ല. ഇറാനിൽ ഭരണകൂടമാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭരണകൂടത്തിനെതിരൊരു കലാപം ഉണ്ടാകുന്നില്ല. രണ്ട്, അവിടുത്തെ ജനങ്ങളും സൈന്യവും ഭരണകൂടവും എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അമേരിക്കയ്ക്കെതിരെ പോരാടുകയാണ്. ഞങ്ങൾ രക്തസാക്ഷികളാകാൻ തയ്യാറാണ്, നിങ്ങൾ ചെയ്യാവുന്നതിൻ്റെ ഏതറ്റം വരെയും ചെയ്തോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് പിന്നെ എങ്ങനെ ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്നാണ്. ഇപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് ഇറാൻ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യമാണ്. പാറയിടുക്കുകളും മലമടക്കുകളും ഒക്കെയുള്ള ഒരുപാട് സവിശേഷതകൾ, തീരദേശവും ഒക്കെ ഒരുപാട് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, സവിശേഷതകളുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ആയുധ സമ്പത്ത് എവിടേക്കാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, ആണവ സമ്പത്ത് എവിടേക്കാണുള്ളത്, ഈ യുദ്ധം നടക്കുമ്പോഴും ഇറാൻ വേറെന്തെങ്കിലും ഗൂഢമായ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ ആശയക്കുഴപ്പമുണ്ടെന്നേ. ഈ അമേരിക്കയുടെ മുഴുവൻ സംവിധാനങ്ങൾ വിചാരിച്ചാലും, ഈ മൊസാദും CIA-യും ഒക്കെ ഈ 4 ഏജൻസികൾ വിചാരിച്ചാലും ഇതൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ റഷ്യയുടെ ഡൂംസ്ഡേ വിമാനത്തിന്റെ സാന്നിധ്യം, അതുപോലെ തന്നെ റഷ്യയും ചൈനയും ബാക്ക് ചെയ്യുന്ന പുതിയ ശ്രേണിയിലുള്ള പുത്തൻ മിസൈലുകൾ, ഹൂത്തി വിമതരുടെ ആക്രമണം അപ്പുറത്ത്, ഇതൊക്കെ ഇറാൻ ഓർഗനൈസ് ചെയ്യാണ്. ഇപ്പോൾ ഒരു വശത്ത് ഹൂത്തികളെ കൊണ്ട് ചെങ്കടലടപ്പിക്കുന്നു, അടുത്ത കടലെടുക്കും അടയ്ക്കുകയാണ്. അതായത് ഇവിടെ ഇറാനെ തീർത്തിട്ട് ഈ പ്രശ്നം പരിഹരിക്കും എന്ന് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഹോർമുസ് ഞങ്ങൾ ഇപ്പോൾ തുറന്നു തരുമെന്ന് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് അടുത്തതും കൂടെ അടയ്ക്കാൻ പോവാണ്. സൗദിയിലെ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സൗദിയിലെ ആണവ കേന്ദ്രങ്ങൾ, സൗദിയും ഇറാനും തമ്മിൽ അമേരിക്കയും തമ്മിലൊരു ആണവ കരാറിൽ അടുത്ത് ഒപ്പുവെച്ചിരുന്നു. അതായത് സൗദിക്ക് ആണവ സമ്പുഷ്ടീകരണത്തിന് അനുമതി നൽകുന്ന കരാറാണെന്നാണ് വിദേശ മാധ്യമങ്ങൾ പറയുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ ഇറാൻ ആണവ ഊർജം ഉണ്ടാക്കി ഒരു ആണവായുധ സെറ്റപ്പിലേക്ക് പോവുകയാണെങ്കിൽ സൗദിയെ ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കാം എന്നുള്ളതായിരിക്കാം തന്ത്രമെന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും ചെങ്കടലിൽ ഹൂത്തികൾ കൂടി ആക്റ്റീവായത് ഇവിടെയും ജയിക്കാൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അമേരിക്കയ്ക്കും ഈ ഹൂത്തികളെ ഇതുവരെ അമേരിക്കയ്ക്ക് തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനു മുമ്പ് ഗസ വിഷയമുണ്ടായ സമയത്ത് ഹൂത്തികൾ ചെങ്കടൽ ഇതുപോലെ ബ്ലോക്ക് ചെയ്തപ്പോൾ അന്ന് ഈ പറയുന്ന പല രാജ്യങ്ങളും, ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും ജോർദാൻ്റെ സൈന്യം അടക്കം വന്നിട്ട് സംയുക്ത സൈനിക അഭ്യാസം നടത്തിയിട്ട് ചെങ്കടൽ ഇപ്പം ഞങ്ങൾ മോചിപ്പിക്കുന്നു പറഞ്ഞാണ് ജോ ബൈഡൻ. പക്ഷെ അന്നും ഹൂത്തികൾ അടിച്ചിട്ട് തിരിച്ചോടേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹൂത്തികളെ ഒന്നും കൈകാര്യം ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ട സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും അടഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ പ്രതിസന്ധി തന്നെയാവും, ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് ഒരു വശത്ത് യുദ്ധം ആക്രമണം എന്ന് പറയുകയും ചെയ്യും, പക്ഷേ ഒരു പരിഹാരവും ഉണ്ടാകില്ല.
പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അടക്കം ട്രംപിനെതിരെ തിരിയുന്ന സാഹചര്യം, ഒപ്പം ഇന്ത്യ ഉൾപ്പെടെ ഈ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ട്രംപിനോട് യുദ്ധം നിർത്താൻ വേണ്ടി കടുത്ത സമ്മർദ്ദത്തിലേക്ക് പോകുന്ന സാഹചര്യം, ഒടുവിൽ ഹോർമൂസ് ഇറാൻ്റേതാണെന്ന് അംഗീകരിച്ച് എഴുതി കൊടുത്ത് ട്രംപ് ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടി വരും എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ചും ഇറാന്റെ ഏറ്റവും പുതിയ പ്രഹരശേഷിയുള്ള വലിയ മിസൈലുകൾ രംഗത്ത് വരുന്നു, അത് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതുവരെ പുറത്തെടുക്കാത്ത തരത്തിലുള്ള മിസൈലുകൾ, അതാണ് ട്രംപിനെ അല്ലെങ്കിൽ അമേരിക്കയെ ഞെട്ടിക്കുന്ന ഒരു കാര്യം. എങ്ങനെ ഇത്രയും പുതിയ സംഹാരശേഷിയുള്ള മിസൈലുകൾ വരുന്നു? അതെല്ലാം സക്സസ് റേറ്റ് ഉള്ള മിസൈലുകളാണ്, വെറുതെ വെള്ളത്തിൽ വീഴുന്നതല്ല, അല്ലെങ്കിൽ അത് പെട്ടെന്ന് വെടിവെച്ച് തകർക്കാനും പറ്റുന്നില്ല. അത് മാത്രമല്ല, ഈ ഇറാന്റെ ഡ്രോണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചിലവ് കുറഞ്ഞ ഡ്രോണുകളാണ് അമേരിക്കയുടെ വില കൂടിയ മിസൈലുകളെയും ഡ്രോണുകളെയും തകർക്കുന്നത്. പിന്നെ ഇനി വരാനിരിക്കുന്നത് എത്ര വലുതായിരിക്കും, അത്രയും ഭീകരമായിരിക്കും. അപ്പോൾ അതിന്റെ അർത്ഥം ഇനിയും ഒരുപാട് ആയുധങ്ങൾ ഇറാന്റെ ഉള്ളറകളിലുണ്ട്, അതെല്ലാം ഉപയോഗിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് ഇറാൻ. അതുകൊണ്ടാണ് ഇറാൻ ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്ന് തന്നെ പറയുന്നത്. അതായത് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയുള്ള ഒരു ചർച്ചയ്ക്ക് ഞങ്ങളില്ല, യുദ്ധം തന്നെയാണ്, ഞങ്ങൾ പ്രതികാരം തീർക്കും, അവസാനം വരെ ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്നൊക്കെ ഇറാൻ ആവേശത്തോടു കൂടി തുടർച്ചയായി പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണെന്നേ. അത് ഈ പറയുന്നത് പോലെ എങ്ങനെയെങ്കിലും അമേരിക്കയെ മുട്ടുകുത്തിക്കുക, ഹോർമൂസ് വിട്ടുകൊടുത്ത് അമേരിക്ക പിന്മാറുക, ഒരു തരത്തിലുള്ള ഉപാധികളും വെക്കാതെ ഞങ്ങൾ പിന്മാറുകയാണ്, ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് അല്ലെങ്കിൽ ലോകത്തിൻ്റെ സുരക്ഷ മാനിച്ച് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുകയാണെന്ന് ട്രംപ് പറയുന്നിടത്തേക്ക് ഇറാൻ കാര്യങ്ങളെ എത്തിക്കുമെന്നാണ് ഇന്നത്തെ ഈ 12-ാം ദിവസം അല്ലെങ്കിൽ 13-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്.